ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ആതിര, ഡെന്റൽ സർജനാണ്. പല്ല് സംബന്ധമായുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ഇൻസ്റ്റാഗ്രാമുള്ള കൂട്ടുകാരൻ്റെ ഈ അക്കൗണ്ടിനെ നോക്കി ഫോളോ ചെയ്യൂ കേട്ടോ. പല്ലിന് പൊന്തലുണ്ട്, ശരിക്കും പല്ലിന് മാത്രമല്ല എല്ലിന് കൂടി പൊന്തലുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു പരിധിവരെ സാധാരണ കമ്പിയിടൽ രീതിയിൽ ഇത് ശരിയാക്കാനാവുമെങ്കിലും ചില ആളുകൾക്ക് സർജറി തന്നെ വേണ്ടിവരും. എന്നാൽ ഒട്ടുമിക്ക ആളുകളും സർജറി വേണ്ട, കമ്പി മാത്രം ഇട്ടാൽ മതി എന്ന് പറയും. ഇവർക്ക് ഡോക്ടർ 4 പല്ല് പറിച്ച് പല്ലിന് കമ്പിയെല്ലാം ഇട്ട് വിടവെല്ലാം അടച്ച് പല്ല് താഴ്ത്തിയാലും ചിലപ്പോൾ അത്ര സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ഇതിന് കാരണം ഇവരുടെ എല്ല് താഴാത്തത് കൊണ്ടാണ് മുഖം ശരിയാവാത്തതുപോലെ ഇവർക്ക് തോന്നുന്നത്. കമ്പിയെല്ലാം ഊരിയ ശേഷം ഇനി ഒന്നുകൂടി സർജറി ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പല്ലിന് കമ്പി ഇടുന്നത് സർജറിക്ക് വേണ്ടിയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വേറെ രീതിയിലും, സർജറി ചെയ്യാത്ത ആളുകൾക്കുള്ള കമ്പിയിടൽ രീതി വേറെ രീതിയിലും ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമ്പിയിടുന്ന സമയത്ത് ഡോക്ടർ സർജറി വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ തവണ ആലോചിച്ചിട്ട് വേണം തീരുമാനിക്കാം സർജറി വേണോ വേണ്ടയോ എന്നത്. കാരണം പിന്നീട് അത് തിരിച്ചു പോക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ കമ്പിയിടൽ ട്രീറ്റ്മെൻറ്റിനൊപ്പം തന്നെ മിനി സ്ക്രൂസ് പോലുള്ള ട്രീറ്റ്മെൻറ്റും ഉപയോഗിക്കാവുന്നതാണ്. ഇതും തുടക്കത്തിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം അതിനായി യൂസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓരോരുത്തരുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാനും വ്യത്യസ്തമാണ്. നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.